എല്ലാ അമ്യൂണിറ്റീസോടും കൂടി ഒരു മനോഹരമായിട്ടുള്ള വില്ല വേണം. എന്നാൽ ഒരു കസ്റ്റമൈസ്ഡ് പ്ലാനിലും എലവേഷനിലും ആയിരിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എറണാകുളം ജില്ലയിൽ മനോഹരമായിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല. 13 ഏക്കർ സ്ഥലത്താണ് ഈ വില്ല പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 3.5 ഏക്കർ സ്ഥലം കോമൺ സ്പേസ് ആയിട്ടാണ് ലഭ്യമാക്കിയിട്ടിരിക്കുന്നത്. ഈ വില്ല വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വല്ലം എന്നുള്ള സ്ഥലത്താണ്. ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അടുത്ത് വരുന്ന വില്ല എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം നമുക്കൊരു നല്ല അപ്രീസിയേഷൻ കിട്ടാനും എല്ലാം നല്ല ഒരു വില്ലയാണിത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ വില്ലയുടെ മെയിൻ ഗേറ്റ്. ഗ്രീൻലാൻഡ് ഹിൽ വ്യൂ എന്നാണ് ഈ വില്ലയുടെ പേര്. വളരെ വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 13 ഏക്കർ സ്ഥലത്താണ് വില്ല ചെയ്തിരിക്കുന്നത്. ഈ 13 ഏക്കർ സ്ഥലത്ത് വില്ല ചെയ്ത പ്രോജക്റ്റുകൾ നമുക്ക് എറണാകുളം ജില്ലയിൽ കുറവാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ ഏകദേശം ഒരു 8 മീറ്റർ വിട്ടുള്ള മെയിൻ റോഡാണ് നൽകിയിരിക്കുന്നത്. വില്ലയുടെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഏകദേശം 2 വർഷത്തോളം എടുത്തിട്ടുണ്ട്. അതേപോലെ ആണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് പ്ലോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ധാരാളം കോമൺ അമ്യൂണിറ്റീസും വില്ലയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് സെക്യൂരിറ്റി വരുന്നുണ്ട്, CCTV സർവൈലൻസ് ക്യാമറകൾ വരുന്നുണ്ട്, ഫുൾ ടൈം സെക്യൂരിറ്റിയാണ്. പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, അവിടെ കിഡ്സ് പൂളും കൂടി അവൈലബിൾ ആണ്. റോഡുകളെല്ലാം വളരെ വിട്ടുള്ള റോഡുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല വിട്ടുള്ള മനോഹരമായിട്ടുള്ള റോഡാണ് നൽകിയിരിക്കുന്നത്. ഗ്രീനറിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ പ്ലോട്ടിലും നമുക്ക് ഫ്രൂട്ട്സ് ട്രീകൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാവാണ് എല്ലായിടത്തും വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓഫീസ് സ്പേസ് വരുന്നത്. ഓരോ പ്ലോട്ടുകളും 5 സെന്റ് മുതലുള്ള പ്ലോട്ടുകളാണ്. മിനിമം 5 സെന്റിലാണ് പ്ലോട്ടുകൾ വരുന്നത്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും സ്ഥലത്ത് നമുക്ക് വില്ല നിർമ്മിച്ച് ഇവിടെ നിന്നാണ് വില്ലയുടെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ റോഡ് വർക്ക് നടക്കാനുണ്ട്. ബാക്കി എല്ലാ റോഡ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ബാങ്കുകളും അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണിത്. ഏകദേശം 10ഓളം ബാങ്കുകൾ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. ഇതാണ് ഓഫീസ് സ്പേസ് വരുന്നത്. എയർപോർട്ടിലേക്ക് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനാവുന്നതാണ് ഈ വില്ല പ്രോജക്റ്റിലേക്ക്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തന്നെയാണ് പ്രധാന ആകർഷണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് വെൽവാട്ടറാണ്. നല്ല വലിയ കിണറാണ് ഇവിടെ ഉള്ളത്. എപ്പോഴും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് വരുന്നത്, ഈ വില്ല വരുന്നത്. ഇവിടെ ആയിട്ടാണ് റിക്രിയേഷൻ സെന്റർ വരുന്നത്. ഒരു ആംഫി തിയേറ്റർ വരുന്നുണ്ട്, റിക്രിയേഷൻ സെന്റർ വരുന്നുണ്ട്. ഇതാണ് ആംഫി തിയേറ്റർ. എല്ലാം വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. വില്ല കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആവുന്നതാണ്. റോഡുകൾ തന്നെയാണ് പ്രധാന ആകർഷണം. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, സൈഡിലെല്ലാം ഫ്രൂട്ട്സ് ട്രീകൾ വെച്ച് ഓരോ പ്ലോട്ടിലും പിടിപ്പിച്ചിട്ടുണ്ട്. റോഡ് വലിയ വിധത്തിലാണ് റോഡ് നൽകിയിരിക്കുന്നത്. 3 വാഹനങ്ങൾ ഒരുമിച്ച് പോയാൽ പോലും ഒരു തടസ്സവും ഉണ്ടാവാത്ത രീതിയിലാണ് റോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 6 വില്ലകൾ ഇവിടെ ബുക്കിംഗ് ആയിട്ടുണ്ട്. 3 വില്ലകളുടെ നിർമ്മാണം ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാ വില്ലകളിലെയും ഒരു പ്രധാന പ്രശ്നമാണ്. ഇത് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി പ്രത്യേക സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ടർഫ് വരുന്നുണ്ട്. ക്ലബ് ഹൗസ് വരുന്നുണ്ട്, ആംഫി തിയേറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ജിംനേഷ്യം വരുന്നുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം അമ്യൂണിറ്റീസുകൾ ഒരുമിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു വില്ലയാണിത്. ഈ വില്ലയുടെ മെയിനായിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം സെക്യൂരിറ്റിയാണ്. CCTV സർവൈലൻസ് ക്യാമറകൾ നമുക്ക് എല്ലാം ലഭ്യമാണ്. അതുപോലെ ക്ലബ് ഹൗസ് അവൈലബിൾ ആണ്.
വെൽ എക്യുപ്ഡ് ഫിറ്റ്നസ് സെൻറ്റർ നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ടേബിൾ ടെന്നീസ് വരുന്നുണ്ട്, ഇൻഡോർ ഗെയിംസ് വരുന്നുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫ് ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ ടർഫ് വരുന്നുണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ വിത്ത് കിഡ്സ് പൂൾ ഇവിടെ അവൈലബിൾ ആണ്. ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ പാർക്കിംഗ് സ്പേസ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അസോസിയേഷൻ റൂം സ്പേസ് ഉണ്ട്, ഇലക്ട്രിക്കൽ റൂം സെപ്പറേറ്റ് തന്നെയുണ്ട്. കോമൺ ഇൻസിഗ്നേറ്റർ, വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കോമൺ ഇൻസിഗ്നേറ്റർ ഉണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ഓരോ ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിമെന്റ് വരുന്നത് അൾട്രാടെക് അല്ലെങ്കിൽ ACC, JSW ആ ലെവലിലുള്ള സിമെന്റുകളാണ്. സ്റ്റീൽ വരുന്നത് ടാറ്റയുടെ സ്റ്റീലാണ് അല്ലെങ്കിൽ വൈശാഖിന്റെ സ്റ്റീലാണ് ഉപയോഗിക്കുക. ടൈല് വരുന്നത് RAK അല്ലെങ്കിൽ കജാരിയ, സൊമാനി എന്നീ കമ്പനികളുടേതാണ്. കേബിൾസ് വരുന്നത് RR കേബിൾസ് വരുന്നുണ്ട്, V-ഗാർഡിന്റെ ഉപയോഗിക്കുന്നുണ്ട്, ഫിനലക്സിൻ്റെയും വരുന്നുണ്ട്. സ്വിച്ചസ് GM, ലഗ്രാൻഡ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടേതാണ്. വാട്ടർ പ്രൂഫിംഗ് നമ്മൾ വീടുകൾക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ലെയർ വാൾപുട്ടിയാണ് നൽകുന്നത്. അതിൻ്റെ ഇൻഡിഗോ എന്നീ 3 കമ്പനികളുടേതാണ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് വെൽ വാട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നല്ല സുലഭമായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ഈ പ്ലോട്ട് എടുത്തത് തന്നെ. മനോഹരമായിട്ടുള്ള ഒരു ഗ്രീനറി ഉള്ള ഒരു പ്ലോട്ടാണിത്. ഇതാണ് കിണർ വരുന്നത്. ഇവിടെ 2 കിണറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കിണറിൽ നിന്നാണ് നമുക്ക് വാട്ടർ സോഴ്സായിട്ട് നമുക്ക് ഈ കിണറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 കിണറുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വില്ല പ്രോജക്റ്റിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവൈലബിൾ ആണ്. മാർത്തോമ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിലേക്ക് 4.6 കിലോമീറ്ററാണ് വരുന്നത്. സെന്റ് കുര്യാക്കോസ് കോളേജ് ഉണ്ട്, മാനേജ്മെന്റ് ആൻഡ് സയൻസ്, അത് 6 കിലോമീറ്ററാണ് വരുന്നത്. രാജഗിരി വിശ്വജ്യോതി കോളേജ് വേങ്ങൂർ വരുന്നത് 8 കിലോമീറ്ററാണ്. MES കോളേജ് മാറമ്പിളിലേക്ക് 12 കിലോമീറ്ററാണ് വരുന്നത്. സ്കൂൾ നമുക്ക് വരുന്നത് സെന്റ് ആൻസ് പബ്ലിക് സ്കൂൾ വരുന്നുണ്ട്, അത് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അനിത വിദ്യാലയ പബ്ലിക് സ്കൂൾ വരുന്നുണ്ട്, 7 കിലോമീറ്ററാണ്. പ്രഗാതി അക്കാദമി എന്ന സ്കൂൾ വരുന്നുണ്ട്. അമൃത വിദ്യാലയം 5.5 കിലോമീറ്ററാണ് വരുന്നത്. അങ്ങനെ കുറേ സ്കൂളുകളും നമുക്ക് ഈ വില്ല പ്രോജക്റ്റിന് സമീപത്തായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. കട്ട് ചെയ്താ ഇതാണ് നമ്മുടെ 3 വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരെണ്ണം മോക്ക് വില്ലയാണ്, 2 ബുക്കിംഗ് അനുസരിച്ച് പണിയുന്ന വില്ലകളാണ്. കണ്ടംപററി ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈനിലുമാണ്, കൊളോണിയൽ ഡിസൈനിലുമാണ് നമ്മൾ വില്ലകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3 കൊളോണിയൽ സ്റ്റൈലിലാണ് നിർമ്മിക്കുന്നത്. മതി, കട്ട് ചെയ്തോ. ഷോപ്പിംഗ് മാളുകളെല്ലാം ഈ പ്ലോട്ടിന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് വലിയ ഷോപ്പിംഗ് മാൾസ് അവൈലബിൾ ആണ്. TMS സെൻറ്റർ ഓഫ് ഷോപ്പിംഗ് മാൾ 6 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ മലയാറ്റൂർക്ക് നല്ല ഒരു ടൂറിസം പ്ലേസ് ആണ് മലയാറ്റൂർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. കോടനാട് എലഫന്റ് ട്രെയിനിങ് സെൻറ്റർ അടുത്ത് വരുന്നുണ്ട്. മലയാറ്റൂർക്ക് 8 കിലോമീറ്ററാണ് വരുന്നത്. കോടനാട്ടിലേക്ക് 8 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. ഇത്രയുമാണ് ഈ വില്ല പ്രോജക്ട്സിന്റെ വിശേഷങ്ങൾ. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,900 per സ്ക്വയർ ഫീറ്റ് ആണ് വില്ലയുടെ വില വരുന്നത്. 4,750 എന്ന റേറ്റിനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത് ഓഫർ പ്രൈസ് ആണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.